എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനി വിളിച്ച് ഗുണ്ടകളെയൊക്കെ തല്ലിയ കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നന്ദുവിന് ആകെ വിഷമാവുന്നുണ്ട്. നന്ദു ഓർക്കുക, എന്നോട് ഇത്രയും സ്നേഹം അവനുണ്ട്, എന്നിട്ടാണ് എന്നെ ഒളിച്ച് വന്ന് കാണേണ്ട ഗതികേട് അവനുണ്ടായത് എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമമാണ്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുമുണ്ട്, ഞാനിപ്പം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും അനിയാണ് എന്നൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ കിടക്കുന്നു. അന്നേരം അനിയുടെ ഫോട്ടോ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. അന്നേരം മൊബൈലിൽ ആ ഫോട്ടോ ഒക്കെ എടുത്തൊന്ന് കാണുവാണ്. അന്നേരം കറക്റ്റ് ഒന്ന് തിരിഞ്ഞ് കിടക്കുവാണ് കനക. അന്നേരം എന്നതാടി ഉറങ്ങാതെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അമ്മ എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ടാണ് എന്ന് പറയും. അതെന്താ ഉറക്കം വരാത്തെ? ഇനി മതിൽ ചാടി വന്നവൻ ഇനിയും വരുമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നന്ദു ചോദിക്കും, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മതിൽ ചാടി വന്നത് ആരാന്ന് എനിക്കറിയാവോ? അതിന് ഞാൻ കണ്ടോ അയാളെ എന്ന് ചോദിക്കുമ്പോൾ, ആ ഇനി പറയുമ്പോഴും അല്ലെങ്കിൽ ഇനി ആരാണ് എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞ് കിടക്കുക. നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുന്നു. ഈ സമയം നമ്മുടെ അനിയെ കാണിക്കുന്നുണ്ട്. അനി അടിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പിന്നെയും വിളിക്കുവാണ് നവീൻ വിളിക്കുന്നതേ അനി മനസ്സിലോർക്കുന്നുണ്ട്, ഈശ്വര ഇനി എന്തിനാ പോലും ഇവൻ വിളിക്കുന്നത് എന്നിങ്ങനെ ഓർത്തിട്ടാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തു കഴിയുമ്പോഴേക്കും, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് എത്ര കാലമായി, നിനക്ക് ആ കാര്യം ഒന്ന് സാധിച്ചു തരാൻ ഇതുവരെ സാധിച്ചോ? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുവാണ്. അന്നേരം എടാ അതിനൊരു സാഹചര്യം ഒത്തു വരണ്ടേ, ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് അവളോട് കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം, അങ്ങനെ പറഞ്ഞാൽ പോരാ, നീ ഡയറക്റ്റ് ആയിട്ട് അവളോട് കാര്യങ്ങൾ പറയണം. ഇനിയിപ്പം നിനക്ക് അങ്ങനെ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, എനിക്കിപ്പോൾ ആ വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ ചെല്ലുമ്പം നന്ദുവിനോടല്ല അവളുടെ അച്ഛനോടും അമ്മയോടും ഈ കാര്യമൊക്കെ പറഞ്ഞോളാം എന്ന് പറയുമ്പം എനിക്കാകെ ടെൻഷനാവും. അന്നേരം അനി, എടാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കാണ് അവിടെ വില പോകുന്നത്. അപ്പോൾ നന്ദു പറയുക താല്പര്യമില്ല എന്ന്. അപ്പോൾ നിനക്കതൊരു ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടല്ലേ അവരോട് പറയാതെ നന്ദുവിൻ്റെ മനസ്സറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്? അത് അങ്ങനെയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് അങ്ങനെയാണ് വേണ്ടത്, അതിനല്ലേ ഞാൻ നിന്നെ ഏൽപ്പിച്ചത്, എന്നിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ ഇതിന് ഉടനെ തന്നെ ഒരു പരിഹാരം സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫോം വെപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അനി ആലോചിക്കുക, ഈശ്വര ഇവനെയും കൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലാതെ വേറെ ഏത് പെൺകുട്ടി അവൻ സ്നേഹിച്ചായിരുന്നെങ്കിലും ഞാൻ അത് അവന് നേടിക്കൊടുത്തേനെ. ഇനിയിപ്പോൾ എന്നെ പറഞ്ഞ് ഈ തലവേദന ഞാൻ ഒഴിവാക്കും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ സമയം അനന്തപുരിയിൽ മുത്തശ്ശനും ജയനും ഒക്കെ അതിലേറെ ടെൻഷനിലിരിക്കുവാണ്. ആദർശ് ഇതുവരെ വിളിച്ചിട്ടില്ല. അന്നേരം ഒരു പരിഭവം പോലെ ജയൻ പറയുന്നുണ്ട്, അവൻ ഇവിടുന്ന് പോയപ്പം പറഞ്ഞാണ് വിട്ടത്, അവൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഒരു പെൺകൊച്ചി ഇവിടെ ഇരിപ്പുണ്ട്, വേറെ ആരെ വിളിച്ചില്ലെങ്കിലും അവളെ വിളിച്ചേക്കണമെന്ന്. എന്നിട്ട് അവൻ അവളെ പോലും വിളിച്ചില്ല. ഇതെന്ത് പരിപാടിയാച്ചാ അവൻ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ അവിടെ തിരക്കിലായിരിക്കും, നിനക്കറിയാലോ നിന്നേക്കാളും എന്നേക്കാളും ബിസിനസ് നോക്കാൻ അവനൊരു പ്രത്യേക കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഓടി നടക്കുമായിരിക്കും എന്നൊക്കെ പറയുമ്പം ജയം പറയുന്നുണ്ട്, അതവൻ ചെയ്തോട്ടെ, അതിനിടയ്ക്ക് അവനെ ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്യാലോ, ഫോൺ വിളിച്ചാൽ അങ്ങോട്ട് എടുക്കുന്നുമില്ല, ഇതെന്നാ എന്നറിയത്തില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് AN ജ്വല്ലറിയെ കുറിച്ച്. അപ്പം ജയം പറയുവാണ്, AN ജ്വല്ലറിക്കാർ ഇപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ മുകളിൽ വളർന്നിട്ടുണ്ട് ദുബായിൽ, അത് നമുക്ക് വലിയൊരു തിരിച്ചടിയാണ്, നമ്മൾ ഇതിനു മുമ്പേ അവിടെ പോകേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ചിലർ നമ്മളെ ഒറ്റിക്കൊടുത്തു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്, നമ്മുടെ ജ്വല്ലറിയിലുള്ള ഉള്ളവർ തന്നെ പൈസയ്ക്ക് വേണ്ടി. ഏതായാലും അങ്ങനെ ചതിച്ച് നേടിയ വിജയമൊന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല, അത് തകർന്നടിയുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ എന്നും പറയുന്ന പോലെ കുറേ തത്വമൊക്കെ പറയുന്നുണ്ട്. പിന്നെയും കാണിക്കുന്ന അനിയാണ്. അനി ഇപ്പം നവീനോട് പറഞ്ഞല്ലേ ഉള്ളൂ ഒരു കുറച്ച് സമയം മുമ്പ്, എടാ ഞാൻ അതിനൊരു പരിഹാരം കാണാൻ, നീ സമാധാനപ്പെടുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ അനി പറയുകയും ചെയ്താണ്, ഞാൻ അവളോട് ഇൻഡയറക്റ്റ് ആയിട്ടേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഡയറക്റ്റായിട്ട് ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞല്ലായിരുന്നു. അന്തേക്കും നവീൻ അനിയെ കാണാനായിട്ട് വന്ന് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അനി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, ഒരുമാതിരിപ്പെട്ട കള്ളമൊന്നും അവനോട് പറയാൻ പറ്റത്തില്ല, അവൻ ബുദ്ധിയുള്ള ഒരു വക്കീലാണ്, ഇനി എന്നെ കാണിച്ച് അവനെ ഒന്ന് കൺവിൻസ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ. ഏതായാലും അനി നവീൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. അന്നേരം നവീൻ, എടാ ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, എന്തെങ്കിലും തീരുമാനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, എടാ നിൻ്റെ അഭിപ്രായമായിട്ടല്ല എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നിനക്കും നവീനോട് ഒന്ന് ഒന്നിക്കാൻ മേലായിരുന്നു, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫഷൻ ഒത്തുപോകുന്നതുകൊണ്ട് അതൊരു സഹായമായിരിക്കും നിനക്ക്, അവൻ്റെ സ്വഭാവം നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു. പക്ഷേ അവളുടെ റിയാക്ഷൻ എന്നെ ഞെട്ടിച്ചു. അവൾ എന്നോട് പറയുവാണ്, നിന്നെ ഒരിക്കലും ആ ഒരു രീതിയിൽ അവൾ കണ്ടിട്ടില്ല, അവളുടെ ആങ്ങളയുടെ സ്ഥാനത്താണ് നിന്നെ കാണുന്നത്, ആദർശേട്ടനെ പോലെയാണ് നിന്നെ കാണുന്നത്, അവൾക്ക് ആങ്ങളമാരാരും ഇല്ലല്ലോ, അതുകൊണ്ട് അത്രയും സ്നേഹമുണ്ട് നിന്നോട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അങ്ങനെ ആങ്ങളയുടെ സ്നേഹം പോരല്ലോ എനിക്ക്, നിനക്ക് അന്നേരം ഡയറക്റ്റ് പറയാൻ മേലായിരുന്നോ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അതെന്താ നീ പറയാത്തതേ എന്ന് ചോദിക്കുമ്പം, എടാ നിന്നെ അവളൊരു ആങ്ങളയായിട്ട് കാണുമ്പോൾ നീ വേറൊരു രീതിയിൽ അവളെ കണ്ടു എന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന്
പറയുമ്പം ഇത് ഭയങ്കര കഷ്ടമായി പോയിട്ടോ, എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണമെന്നാണ് കരുതിയത്, ഇതിപ്പോൾ നീ കുളവാക്കിയില്ലേ എന്ന് ചോദിക്കും. അന്നേരം അനി, ഞാൻ കുളവാക്കിയോ? നിനക്ക് നാണക്കേട് വരാത്ത രീതിയിൽ ഞാൻ ഡീൽ ചെയ്തുകൊണ്ടല്ലേ ഇതറിയാൻ സാധിച്ചത്. പിന്നെ അവളോട് ഞാൻ ഈ ഇങ്ങനെ സംസാരിച്ചതും അവളിങ്ങനെ പറഞ്ഞതൊന്നും നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അന്നേരം അതെന്താ പോലും, ഇനിയിപ്പോൾ അവൾക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിക്കാണോ, നീ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവൾക്ക് ഡൗട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല, അവൾ ചുമ്മാ കൂളായിട്ട് എന്നോട് സംസാരിച്ച് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുക്കുകയില്ല, അതുകൊണ്ട് നീ അതോർത്ത് പേടിക്കണ്ട എന്ന് പറയും. അന്നേരം അനി പിന്നെയും ചോദിക്കുന്നുണ്ട്, എടാ ഇനിയിപ്പോൾ നന്ദു സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നിൻ്റെ വീട്ടിൽ അമ്മ സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ മുത്തച്ഛനെ കയ്യിലെടുത്ത് അമ്മയെ സമ്മതിപ്പിച്ചോളായിരുന്നു, നന്ദുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ചെടുക്കണം, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ്. അതിനിടയ്ക്ക് നവീൻ പറയുന്നുണ്ട്, ഏത് കേസ് കിട്ടിയാലും ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഴുതുകൾ ഞാൻ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുമായിരുന്നു, പക്ഷേ ഇവിടെ എനിക്കത് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആകെ വിഷമാവുന്നുണ്ട് നവീൻ. പിന്നെ കാണിക്കുന്നത് ജയനെയും അജയനെയാണ്. അജയനെ വിളിച്ചിങ്ങനെ പറഞ്ഞു ആരോ ഗൾഫിൽ നിന്ന് ആദർശ ജയിലിലാണെന്നും ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്താണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ജയനോട് പറയുന്നു. ജയനും ആകെ വിഷമാവുന്നു. ഇനി വീട്ടിലുള്ളവരോടൊന്നും ഇത് പറയാൻ പറ്റത്തില്ല, അല്ലാതെ തന്നെ നമുക്കിത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കണം എന്നൊക്കെ പറയുന്നു. അന്നേരം അങ്ങോട്ടേക്ക് അനിയും വരുന്നുണ്ട്. അനി ഈ സംഭവം അറിഞ്ഞ് കഴിയുമ്പോൾ ആകെ സങ്കടമാവുക. അപ്പം അനി പറയുന്നുണ്ട്, ഇത്രയും പ്രശ്നമുള്ളൊരു സ്ഥലത്തേക്ക് ഏട്ടനെ തന്നെ വിടണ്ടായിരുന്നു, അതൊന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പം ജയം പറയുന്നുണ്ട്, ഇതിപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടാകും എന്ന് നമുക്കറിയാവോ? ഇല്ലല്ലോ എന്നിങ്ങനെ പറയുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആദർശ അറസ്റ്റിലായത്, അതിന് മാത്രം എന്ത് തെറ്റാ അവിടെ നടന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. അന്നേരം ജയം പറയുന്നുണ്ട്, ഇവിടെ അബി കള്ളക്കടത്ത് സ്വർണം ജ്വല്ലറി വഴി വിറ്റല്ലോ, അതുപോലത്തെ ഒരു കാര്യം അവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജ്വല്ലറിയുടെ ഉടമേനെ പോലീസ് അറസ്റ്റ് ചെയ്യും, അതാണ് അവിടുത്തെ നിയമം എന്ന്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഇനിയിപ്പോൾ എന്നെ കാണിച്ച് പുറത്തിറക്കുമെന്ന് അറിയത്തില്ല, നമ്മുടെ നാട്ടിലെ പോലെ അവിടുത്തെ കാര്യങ്ങൾ നടക്കുകയില്ല, അവിടെ നിയമം കർക്കശമാണ്, എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അവർ മൂന്നുപേരും ഭയങ്കര ടെൻഷനിലാണ്. ഏതായാലും എങ്ങനെയെങ്കിലും ആദർശിനെ പുറത്തിറക്കണം, അതിനെന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നറിയാൻ വേണ്ടി ആരോഗ്യമോ വിളിക്കാനായിട്ട് ജയൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. അന്നേരം അജയൻ അനിയോട് പറയുന്നുണ്ട്, നീ ഇവിടുത്തെ കമ്പനികളൊക്കെ നന്നായി നോക്കിക്കോണം, അവൻ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെ തന്നെ നീ നോക്കിക്കോണം, അല്ലെങ്കിൽ ശരിയാക്കിയല്ല കേട്ടോ എന്നൊക്കെ പറയുമ്പം, ഏട്ടൻ ജയിലിലായി എനിക്കൊന്നും സാധിക്കത്തില്ല, ഏട്ടനാണ് എൻ്റെ ധൈര്യം, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ അനിയൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അനി അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണ് നയന ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്നത്. അന്നേരം നയന ചോദിക്കുന്നുണ്ട് അനിയോട്, ആദർശ് വിളിച്ചായിരുന്നോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ആകെ സങ്കടം പറയുമ്പം അനി പറയുന്നുണ്ട്, ഏട്ടത്തി വിഷമിക്കാതിരിക്കുക, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിലേതെങ്കിലും പെട്ടുപോയായിരിക്കും, ഫോൺ വിളിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, എന്ത് സാഹചര്യമാണെങ്കിലും ഇടയ്ക്കൊന്ന് വിളിക്കണ്ടേ, അല്ലെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ട് എന്നെ വിളിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞ് ആകെ വിഷമത്തിലാണ് നയന. ഒരുവിധം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനി. എന്നിട്ട് അനിയും അങ്ങ് റൂമിലോട്ട് പോവുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അഭി ഭയങ്കര സന്തോഷത്തിലാണ്. അഭി റൂമിലേക്ക് ചെന്നിട്ട് നവ്യയുടെ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് ഭയങ്കര സന്തോഷം. എന്നിട്ട് എന്നതാടാ ഇന്ന് ഇത്രയും സന്തോഷത്തിന് കാരണം എന്ന് ചോദിക്കുമ്പം, എടി നീ ഒരു കാര്യം അറിഞ്ഞില്ലേ, അമ്മ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ഇല്ല, അമ്മയോട് അതിന് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, അമ്മയിട്ട് പണിയെടുപ്പിക്കുവാണ് അവർ എന്നാണ് നവ്യ പറയുന്നത്. അന്നേരം അഭി പറയുന്നുണ്ട്, അവർ എൻ്റെ അമ്മയായിട്ട് ഇതുപോലെ പണിയെടുപ്പിക്കുന്നതിന് അവർക്ക് നല്ലൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്, അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആദർശ് ഇപ്പം ദുബായിൽ ജയിലിലാണ് എന്ന് പറയുമ്പം നവ്യയ്ക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. അന്നേരം നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ, ഇന്ന് ഏതായാലും കേട്ടപ്പോൾ നിനക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുമ്പം, എനിക്ക് എന്ത് സന്തോഷമായെന്ന് അറിയാവോ, ഈ വാർത്ത നമുക്ക് ആഘോഷിക്കണം എന്ന് പറയുവാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, ഇവിടെ പറ്റത്തില്ല എന്ന്. അന്നേരം നവ്യ പറയും, ഇവിടെ വേണ്ട, നമുക്ക് പുറത്ത് പോയി നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാം, അതാ നല്ലത് എന്ന് പറയും. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, ഇതൊന്നും ഇവിടെ ഉള്ളവരാരും അറിഞ്ഞില്ലേ, അവളും അറിഞ്ഞില്ലല്ലോ ഇല്ലെന്നാലോ തോന്നുന്നത് എന്ന് പറയുമ്പം, ഇല്ലെന്നേ ആരും അറിഞ്ഞില്ല, പയ്യെ അറിഞ്ഞോളും, അന്നേരം പിന്നെ എല്ലാം കൂടെ കൂട്ടക്കരച്ചിലായിരിക്കും, ആ ഒരു ടെൻഷനിൽ മിക്കവാറും നയനയുടെ വയറ്റിൽ ആ കുഞ്ഞും അങ്ങ് പോയി കിട്ടും എന്ന് പറയുമ്പം നവ്യ പറയുവാണ്, എടാ അങ്ങനെയൊന്നും പറയരുത് എന്ന്, ഒന്നുമില്ലെങ്കിലും അവളെൻ്റെ അനിയത്തിയല്ല, അവളുടെ കുഞ്ഞു പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കും, ഞാൻ വലിയ ദുഷ്ടനായതുകൊണ്ടൊന്നുമല്ല, അയാൾക്ക് ഇപ്പം ഒരു കുഞ്ഞുണ്ടല്ലോ ചന്തുമോള്, അതിനെ അവൾ സ്വന്തം മോളെ പോലെ കണ്ട് സ്നേഹിക്കുന്നുണ്ട്, പിന്നെ ഇതിനെ വേറൊരു കുഞ്ഞ്, അതിൻ്റെ ആവശ്യം അവർക്കില്ല, അതുകൊണ്ട് ഞാൻ അത് തന്നെ ആഗ്രഹിക്കും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ, ഈ സന്തോഷം നമുക്ക് പങ്കുവെക്കണം കേട്ടോ എന്ന് പറയുവാണ്. എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് നവ്യ. ഇതുപോലൊരു വാർത്ത നവ്യ അറിയിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ അഭിയും നിൽക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.